الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد مصطفى صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. فإذا فرغت فانصب وإلى ربك فارغب. يا أيها الناس ഉസീകും വഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന മലിക്കുൽ ജബ്ബാറായ ഏകനായ പടച്ച തമ്പുരാന്റെ അല്ലാഹു തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ചും പകർത്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് തഖ്വയോട് കൂടിയ ഒരു ജീവിതം നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് മുത്തഖീങ്ങളായ മുവഹ്ഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, നമ്മുടെ മക്കൾക്ക് ഒരു വർഷത്തെ അക്കാഡമിക്കൽ ഇയറിൻ്റെ വിദ്യാഭ്യാസ വർഷത്തിൻ്റെ അവസാനം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളും കോളേജുകളും എല്ലാ കലാലയങ്ങളുമൊക്കെ വെക്കേഷനിലേക്ക്, ഒരു സമ്മർ വെക്കേഷനിലേക്ക്, വേനൽ അവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ സന്താനങ്ങൾ കൂടുതൽ
നമ്മുടെ കൂടെയാണ് അവർ സമയം വിനിയോഗിക്കുന്നത്, ചിലവഴിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒഴിവ് സമയങ്ങളും ഒഴിവ് ദിനങ്ങളും ഒക്കെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും. ആഴ്ചയിലും ദിവസങ്ങളിലും മാസങ്ങളിലും വർഷങ്ങളിലുമൊക്കെ ഒഴിവ് ദിനങ്ങൾ ലഭിക്കുന്ന ആളുകൾ നമ്മളിലുണ്ട്. പരിശുദ്ധ ഖുർആൻ ഈ രംഗത്തും എന്താണ് ഒഴിവ് സമയം ലഭിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ വിനിയോഗിക്കേണ്ടത്, വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു തആല പറയുകയാണ്, ഫഇദാ ഫറഅത, നീ വിരമിച്ചു കഴിഞ്ഞാൽ, നീ ഒഴിവായി കഴിഞ്ഞാൽ, ഫൻസബ്, നീ അധ്വാനിക്കണം, നീ പ്രവർത്തിക്കണം, വഇലാ റബ്ബിക ഫർഅബ്, നിന്റെ രക്ഷിതാവിങ്കലേക്ക്, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിലേക്ക് നീ ആഗ്രഹം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറണം. നിന്റെ ആരാധനാ കർമ്മങ്ങളും ഇബാദത്തുകളുമൊക്കെ അള്ളാഹുവിലേക്ക് തിരിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് സമയം എന്നത് ഒരിക്കലും അത് വളരെ അലക്ഷ്യമായി അലസമായി വിനിയോഗിക്കേണ്ട ഒന്നല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ ഒരു മനുഷ്യനെ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആ സമയത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഅ്ലു, ഒരാൾക്ക് ഉപദേശം കൊടുക്കുന്ന സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, യഅ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ നീ വിനിയോഗിക്കണം, നീ അതിനെ മുതലാക്കണം, കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തണം, പ്രയോജനപ്പെടുത്തണം. അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞത് ശബാബക ഖബ്ല ഹറമിക, നിന്റെ വാർദ്ധക്യം അവസരയും നിനക്ക് നിന്റെ പേശികളും എല്ലുകളും ഒക്കെ ശേഷികളെല്ലാം നഷ്ടപ്പെട്ട് അവശനും ദുർബലനുമായി കഴിയുന്ന വാർദ്ധക്യത്തിന്റെ സമയമുണ്ട്. വിചാരിച്ച രൂപത്തിൽ ഒന്ന് നിൽക്കാനും ഇരിക്കാനും ഒന്ന് നടക്കാനും നിനക്ക് കഴിയാത്ത ഒരു വാർദ്ധക്യം വരും. യുവത്വം ആരോഗ്യമുള്ള സമയമാണ്, ചോരത്തളപ്പുള്ള സമയമാണ്. അതിനെ നീ നേരെ ചൊവ്വ ഉപയോഗപ്പെടുത്തണം. നിനക്ക് ആരോഗ്യമുണ്ട്, നിനക്ക് രോഗത്തിന്റെ ഒരു അംശവും നിന്റെ ശരീരത്തിലില്ല. ഒരുപക്ഷെ നീ പെട്ടെന്ന് രോഗിയായി തളർന്നു വീണേക്കാം, മാരകമായ രോഗങ്ങൾക്ക് നീ അടിമപ്പെട്ടേക്കാം. അത് വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യമുള്ള സമയം രോഗം വരുന്നത് ഉപയോഗപ്പെടുത്തണം. നിനക്ക് സമ്പന്നതയുണ്ട്, ഐശ്വര്യമുണ്ട്, സാമ്പത്തികമായ സുസ്ഥിതി ഭദ്രതയൊക്കെ ഉണ്ട്, ദാരിദ്ര്യം വരും, നീ ഒന്നിനും കഴിയാത്ത ദരിദ്രനായി തീരും. അതിനു മുമ്പ് നിന്റെ സമ്പന്നത നീ ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ ജോലി തിരക്കുകളും നിന്റെ എല്ലാ ബിസികളും ഒക്കെ അതിനു മുമ്പ് നിനക്ക് ഒഴിവ് സമയങ്ങൾ ഉണ്ടാവുകയില്ലേ, ആ ഒഴിവ് സമയത്ത് നീ പ്രയോജനപ്പെടുത്തണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുക. അതിൽ പറഞ്ഞൊരു ഉപദേശം, നിന്റെ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതം ഉപയോഗപ്പെടുത്തണം. അല്ലാഹുവിന്റെ റസൂൽ അതിൽ എണ്ണി പറഞ്ഞത്, നിനക്ക് ശുഅല് വരും, ജോലി വ്യാപൃതനാകും, ഒന്നിനും സമയമുണ്ടാവില്ല, തിന്നാനും കുടിക്കാനും ഉണ്ണാനും ഉറങ്ങാനും ജമാഅത്തുകൾക്കും പരിശുദ്ധ ഖുർആന്റെ പഠനങ്ങൾക്കും ദുആകൾക്കും ദിക്റുകൾക്കും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഒന്നും സാധിക്കാതെ നീ വ്യാപൃതനായി പോകുന്ന ഘട്ടമുണ്ടാകും. അതിനു മുമ്പ് നിന്റെ ഒഴിവ് സമയത്ത് നീ പ്രയോജനപ്പെടുത്തണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇന്ന് സമൂഹത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും ഈ ഒഴിവ് സമയമാകുന്ന അനുഗ്രഹത്തിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിയാത്തവരാണ്. ഇന്ന് മഹാഭൂരിപക്ഷം ആളുകളും തന്നെ നമുക്ക് കാണാം, ഈ ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണിന്റെയും ഒക്കെ അതിപ്രസരം വന്ന ഈ കാലഘട്ടങ്ങളിൽ പലരും ഒഴിവ് സമയം കിട്ടിയാൽ അത് റീൽസുകൾ കാണുവാനും, അതേ രൂപത്തിൽ തന്നെ നമ്മുടെ ന്യൂ ജനറേഷൻ, നമ്മുടെ പുതിയ തലമുറ അത് പല ഗെയിമുകൾക്കുമൊക്കെ
അത് കളിക്കാനും അതിന് അഡിക്റ്റുകളായി പോകാനും പല യൂട്യൂബുകളും പല രൂപത്തിലുള്ള കാഴ്ചകൾക്കും വേണ്ടി തനിക്കും അല്ലെങ്കിൽ തന്റെ പാരത്രികമായ ലോകത്തിന് ഉപകാരപ്പെടാത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് കാണാം. പല ആളുകളും ഈ ഒഴിവ് സമയം വേണ്ട രൂപത്തിൽ വിനിയോഗിക്കാത്തത് കൊണ്ട് ലഹരി മരുന്നുകളുടെയും അധാർമികതയുടെയും എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും അശ്ലീലതകളുടെയും എല്ലാറ്റിന്റെയും പിടുത്തത്തിലേക്ക് അകപ്പെടുന്നത് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, നിഅമതാനി മഅ്ബൂദുൻ ഫീഹിമാ, രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അധികം ആളുകളും തന്നെ മഅ്ബൂദുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, അധിക ജനങ്ങളും ആ രണ്ട് അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാണ്. അതിന്റെ വില അവർക്ക് അറിയുന്നില്ല, അതിന്റെ മൂല്യം അവരറിയുന്നില്ല, വാല്യൂ അവരറിയുന്നില്ല. അതിലൊന്നെന്താ? അസ്സിഹതു, അവന്റെ ആരോഗ്യമാണ്. രോഗമുണ്ടാകുമ്പോൾ ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥത പ്രകടിപ്പിച്ച് അത് ടെസ്റ്റ് കഴിഞ്ഞ് ക്യാൻസറിന്റെ അംശമുണ്ട്, വൃക്ക തകരാറിലാണ്, നിനക്ക് വലിയ അപകടം വരാനുണ്ട്, നിന്റെ ശരീരം നിന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് അറിയിക്കുമ്പോ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോ, കാതിന്റെ കേൾവി നഷ്ടപ്പെടുമ്പോ, കൈകാലുകളുടെ സ്വാധീനം നഷ്ടപ്പെടുമ്പോ, അപ്പോഴാ മനുഷ്യന്മാർ തിരിച്ചറിയുക. അതുള്ള സമയത്ത് മനുഷ്യന്മാർ അറിയുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയാ, അതേ ഒഴിവ് സമയം അതിന് വേണ്ടത്ര വിനിയോഗിക്കുന്നില്ല, അധികം ആളുകളും അതിൽ അശ്രദ്ധരായി പോവുകയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്. എത്ര വലിയ തിരക്കുള്ളാണെങ്കിലും, എത്ര വലിയ ബിസിനസിന്റെ ഉടമയാണെങ്കിലും, എത്ര സമ്പത്തിന്റെ ഉടമയാണെങ്കിലും, എന്താണെങ്കിലും അവന് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ അതിൽപ്പെട്ട ഒന്നാകുന്ന ഈ ഒഴിവ് സമയം അള്ളാഹു അവന് നൽകുന്നത് ഏതൊരു കാര്യമാണെങ്കിലും അവന് പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ലോകത്തറിയപ്പെടുന്ന വലിയ മുതലാളിയായ കാറൂൻ മുതലാളിയോട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്, അള്ളാഹു നിനക്ക് നൽകിയ സമ്പത്ത് കൊണ്ട്, നിന്റെ സൗകര്യങ്ങൾ കൊണ്ട്, അള്ളാഹു നിനക്ക് നൽകിയ ഒഴിവ് സമയം എന്താവട്ടെ, എന്ത് നിയമത്താകട്ടെ, ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, സ്വാധീനമാകട്ടെ, നിന്റെ സമ്പന്നതയാകട്ടെ, എന്താവട്ടെ, പരലോകത്തിന് വേണ്ടി നീ ഉപയോഗപ്പെടുത്തണം. നിന്റെ അനശ്വരമായ അനന്തമായ ജീവിതം, അവസാനത്തെ ജീവിതം. ദുനിയാവിൽ നീ ജീവിക്കേണ്ടതിന്റെ വിഹിതം നീ മറന്നു പോകരുത്. ദുനിയാവിനും വേണ്ടി നീ അധ്വാനിക്കണം. അള്ളാഹു നിനക്ക് നന്മ ചെയ്ത ഒരുപാട് നിയമത്തുകളും അനുഗ്രഹങ്ങളും ചെയ്തിട്ടുണ്ട്. അതിന് പകരമായി അള്ളാഹുവിന് വേണ്ടി നീ ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം. ഒരിക്കലും നിന്റെ ഒഴിവു സമയം ആരോഗ്യവും സമ്പത്തും ലഭിച്ചു എന്ന് വിചാരിച്ച് എന്ത് കുഴപ്പവും തോന്നിവാസവും വൃത്തികേടും അതിക്രമവും അഴിച്ചുവിടാം എന്ന് നീ വിചാരിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, ഒരു കുഴപ്പക്കാരെയും പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. വിശ്വാസികളെ, അതുകൊണ്ട് നമ്മുടെ ഒഴിവു സമയങ്ങളുടെ പ്രാധാന്യത്തെ നമ്മൾ തിരിച്ചറിയുക. ഇത് നമ്മൾ വേറെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാളെ മരിക്കുന്നതിന് മുമ്പ്, അടുത്ത നിമിഷത്തിൽ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ റൂഹ് പിടിക്കുന്നതിന് സമയം, അപ്പോൾ നമ്മൾ തിരിച്ചറിയും. ഒരു പരീക്ഷാ ഹാളിൽ ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാനുള്ള സമയവും സന്ദർഭവും ഒക്കെ കൊടുത്ത് ആ കുട്ടി വേണ്ടത്ര പരീക്ഷ ഹാളിൽ പ്രസന്റ് ചെയ്യാതെ അശ്രദ്ധമായി അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് അവസാനത്തെ വാണിംഗ് ബെല്ലടിക്കുമ്പോ അവന്റെ അവസാനത്തെ ചാൻസ് ആണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഇൻവിജിലേറ്ററോട് ഒന്ന് പറയും പോലെ, എനിക്കൊരു അല്പസമയം പോലും ഒന്ന് നീട്ടിത്തരുമോ എന്ന് പറയും പോലെ, കുറച്ച് എഴുതട്ടെ എന്ന് പറയും പോലെ, മനുഷ്യൻ അള്ളാഹുവിന്റെ മലക്കുകളുടെ ഈ ജീവിതത്തിന്റെ അന്ത്യമാണ്, അവസാനമാണെന്ന് അറിയുമ്പോ, സക്കറാത്തുൽ മൗത്ത് തുടങ്ങുമ്പോ അവരൊരു രക്ഷയുമില്ല, മരണത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അവൻ അപ്പം വിലപിക്കും. അവന്റെ ജീവിതം ഇഹലോകത്തുനിന്ന് അവസാനിക്കുന്ന മരണം അവന്റെ അടുക്കൽ വരുമ്പോ, അല്ലാഹുവേ ഒന്ന് മടക്കി തരുമോ, എനിക്ക് ഒഴിവ് സമയം കിട്ടിയിരുന്നു, എനിക്ക് ആരോഗ്യവും സമയവും സന്ദർഭവും ഒക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഞാൻ അലക്ഷ്യമായി കഴിഞ്ഞുപോയി, ഒന്നും ഞാൻ ചെയ്തില്ല അല്ലാ, അതുകൊണ്ട് എന്നെ ഒന്ന് മടക്കി തരുമോ, എന്നെ ഒന്ന് വിട്ടു തരുമോ? വേണ്ട, അവനത് പറയും.
അവന്റെ വാക്കാണ്. ഒരു അറ്റാക്ക് വന്നപ്പം, ഒരു അപകടത്തിൽപ്പെട്ടപ്പം, ഒരു ആക്സിഡന്റിൽപ്പെട്ടപ്പം, പടച്ചോനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ നിന്നെ ശുക്ർ ചെയ്ത് ഭക്തിയുള്ള മുത്തഖിയായി ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തവരാ. അവസരം കഴിഞ്ഞ് വീണ്ടും അതൊക്കെ മാറ്റിക്കൊടുത്താൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക്, തോന്നിവാസങ്ങളിലും വൃത്തികേടുകളിലേക്കും പോകുന്നവരാ. അവൻ അങ്ങനെ പറയും, അനുഭവിക്കട്ടെ അവൻ ബർസഖിൽ ഖബർ ജീവിതം എന്ന. വിശ്വാസികളെ നമ്മൾ ആലോചിക്കുക. വേറെ സ്ഥലത്തും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെലവഴിക്കണം, മിമ്മാ റസഖനാകും, അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നാം നിങ്ങൾക്ക് നൽകിയതിൽ എന്ന് അല്ലാഹു പറയാ. മിൻ ഖബ്ലി അയ്യാതി അഹദകുമുൽ മൗത്ത്, മരണം വരുന്നതിന് മുമ്പ്. കാരണം ഇത് ഉപയോഗപ്പെടുത്താതിരുന്ന റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്പസമയം റബ്ബേ ഒന്ന് മടക്കി തരുമോ, ഫഅസദ്ദഖ വഅകും മിനസ് സാലിഹീൻ, സൽക്കർമ്മം ചെയ്ത് ഞാൻ മുന്നേറാൻ നല്ലവനായി തീരാമെന്ന് അല്ലാഹുവിനോട് കെഞ്ചുന്ന അവസരം വിശ്വാസികളെ, ഈ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒഴിവു സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ദുരന്ത ഫലം നരക ലോകത്തേക്ക് ഒരു വിഭാഗം ആളുകളെ വലിച്ചെറിയുമ്പം അവർ നരകത്തിന്റെ തീ ശരീരത്തിൽ കാർന്ന് പിടിച്ചിട്ട്, അവർ ശരീരത്തിന്റെ തൊലികളും എല്ലുകളും ഒക്കെ കരിഞ്ഞൊലിച്ചിട്ട്, തലയോട്ടി പൊട്ടിത്തെറിച്ചിട്ട് വികൃതമായ രൂപമായി വീണ്ടും തൊലികൾ വരികയും വീണ്ടും കത്തുകയും ചെയ്തിട്ട് അസഹ്യമായി അട്ടഹസിച്ചുകൊണ്ട് പടച്ചോനെ മുമ്പ് ചെയ്യാത്തത് ഞങ്ങൾ ചെയ്യാം അല്ലാഹ്, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് മടക്കി തരുമോ എന്ന് അള്ളാഹുവിനോട് കെഞ്ചുന്ന രംഗം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, നിനക്ക് ദുനിയാവിലടാ ആയുസ്സും നിനക്ക് ആയുസ്സും വയസ്സും ഒക്കെ ആലോചിക്കാൻ മാത്രം ദുനിയാവ് തന്നിൽ അപ്പം മടങ്ങിക്കൂടാ, എല്ലാം ഉപയോഗപ്പെടുത്തിക്കൂടായിരുന്നോ? നിനക്ക് അവധികൾ, നിന്റെ അവധി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ ചിന്തിച്ചില്ല അല്ലേ? മനുഷ്യരെ നമ്മൾ ആലോചിക്കണം. ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യാതെ മുന്നറിയിപ്പുകാർ വന്ന് ആ മുന്നറിയിപ്പുകളെ പരിഗണിക്കാതല്ലേ, അതുകൊണ്ട് ഫദൂഖു, നീ അനുഭവിച്ച ശിക്ഷ എന്ന് പറയും. അതാണ് ഒരു അറബി കവി നമ്മളോട് പറയുന്നത്, എത്രയാണ് സന്തോഷിച്ചുകൊണ്ട് ദിവസങ്ങൾ നമ്മൾ കഴിച്ചു കൊണ്ടുപോകുന്നത്. ഓരോ ദിവസവും നമ്മളിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടുകയാ ഓരോ ഡേറ്റ് കഴിയുമ്പോഴും. മരണത്തിലേക്കാണ് ഓരോ ദിവസങ്ങളും നമ്മൾ അടുപ്പിക്കുന്നത്. നീ നിന്റെ മരണത്തിന് മുമ്പ് അധ്വാനിച്ചോ, നിനക്ക് കിട്ടുന്ന സമയം അത് റീൽസുകൾ കണ്ട്, അത് യൂട്യൂബുകൾ കണ്ട്, അത് ഇൻസ്റ്റാഗ്രാമും, നിനക്ക് ഉപകാരമില്ലാത്ത പ്രയോജനമില്ലാത്ത പല കാര്യങ്ങളിലും ചൊറ പറഞ്ഞും വർത്തമാനം പറഞ്ഞും വേണ്ടാത്ത വൃത്തികേടായ ഫ്രണ്ട്ഷിപ്പിലും സുഹൃബന്ധങ്ങളിലും സംസാരങ്ങളിലും ഒഴുകി ചെലവഴിക്കണ്ട. നീ നിനക്ക് വേണ്ടി അധ്വാനിച്ചോ. നിന്റെ ലാഭവും നഷ്ടവും ഒക്കെ നിന്റെ പ്രവർത്തനത്തിലാണ് വരിക. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ശരിക്കും ആലോചിക്കുക, ചിന്തിക്കുക. അള്ളാഹു തന്ന ഈ അനുഗ്രഹമുണ്ടല്ലോ, ഇത് പടച്ച തമ്പുരാന്റെ മുമ്പിൽ നാം മറുപടി പറയേണ്ടി വരും. അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു തആല നമ്മളെ വിടുകയില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വിധേയമാക്കുമ്പം, സൂര്യൻ തലയ്ക്ക് മീതെ കത്തിജ്വലിക്കുമ്പം, വിയർത്തൊലിക്കുമ്പം, ഒരു അടിമയുടെ കാലും പരലോകത്ത് ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല. അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നത്, നിന്റെ ശരീരം എവിടെ വിനിയോഗിച്ചു, നിന്റെ വയസ്സില്ലേ നിനക്ക് തന്നില്ലേ, ഫീമ അഫ്ന, അവിടെ നീ എവിടെ വിനിയോഗിച്ചു, നിന്റെ ധനമില്ല, എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ വിനിയോഗിച്ചു. അങ്ങനെ നിന്റെ നിന്റെ യുവത്വം എവിടെ ചെലവഴിച്ചു. ഓരോന്നിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കും. വിശ്വാസികളെ, അതിനുള്ള മറുപടികൾ തയ്യാറാക്കി വെക്കേണ്ട വിശ്വാസികളായ നാം ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണം. റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഒരു രക്ഷയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും റബ്ബിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് വിശ്വാസികളെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ നമ്മുടെ അടുക്കലുണ്ട്. ഈ ഒഴിവു സമയത്ത് നമുക്ക് അവരോട് ചെയ്യാനുള്ള കടമയും ബാധ്യതയും ഏറ്റവും വലുതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുള്ള വലിയ അമാനത്തുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങളെ മക്കളുടെ വിഷയത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുല്ലുക്കും റാഇൻ,
നിങ്ങളെല്ലാവരും ഭരണീയരാകുന്നു. വമസ്ഊലൻ അൻ റഅയതിഹി, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യും. വഅൽ ഇമാമു റാഇൻ വഹുവ മസ്ഊലൻ അൻ റഅയതിഹി, ഒരു ഭരണാധികാരി ഒരു ഉത്തരവാദിത്തം നടത്തുന്ന ഒരു സ്ഥാപനമാകട്ടെ, ഒരു കുടുംബമാകട്ടെ, ഒരു നാടാകട്ടെ, രാജ്യമാകട്ടെ, അതിന്റെ ഭരണാധികാരിയോട്, അതിന്റെ ഭരണീയരെ പറ്റി ചോദ്യങ്ങളുണ്ട്. വറജുലു ഫി അഹ്ലിഹി റാഇൻ, ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിലെ ഭരണാധിപനാണ്, അവനോട് ചോദ്യമുണ്ട് മക്കളെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച്. വൽ മർഅതു ഫി ബൈതി സൗജിഹാ റാഇയ, ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധിപതിയാണ്. വഹിയ മസ്ഊലത്തുൻ അൻ റഅയതിഹാ, അവളോട് ചോദ്യമുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടെത്തണം വിശ്വാസികളെ, ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് രക്ഷയില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളെ അല്ലാഹു തആല നമുക്ക് വലിയൊരു സമ്മാനമായി, നമുക്ക് വലിയൊരു അനുഗ്രഹമായി അല്ലാഹു തന്നതാണ്. ആ അനുഗ്രഹം നമുക്ക് വേണ്ട രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ദുഃഖവും ഖേദവും ഇഹലോകത്തും പരലോകത്തും നമ്മൾ അനുഭവിക്കും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളെ മക്കളും സമ്പത്തും ഒരു പരീക്ഷണമാണ്. ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവലക്കും, നിങ്ങൾ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ശത്രുക്കൾ ഉണ്ടാകും. എങ്ങനെയാണ് ശത്രുക്കൾ ഉണ്ടാവുക? നമ്മൾ വേണ്ട രൂപത്തിൽ അവർക്കുള്ള പരിചരണം കൊടുക്കണം. അവർ നമ്മൾ പഠിപ്പിക്കേണ്ട തർബിയത്തുകൾ നൽകണം. വിശ്വാസികളെ നമ്മൾ വിചാരിക്കും പോലെ അവർ തൽക്കാലം മദ്രസകളിൽ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ, മതശാലകളിൽ പാഠശാലകളിൽ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഉപ്പയുടെയും ഉമ്മയുടെയും ഉത്തരവാദിത്വം അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിക്കണ്ട. തഅലീമുകൾ, പഠനങ്ങൾ മദ്രസകളിലും മതശാലകളിലും ലഭിക്കുമെങ്കിൽ അതിന്റെ തർബിയത്തുകൾ, അതിന് അവരെ പരിചരണങ്ങൾ, അവരെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കളാകുന്ന നമ്മളിലാണ് ആ കടമയുള്ളത്. നമ്മളോടായിരിക്കും പടച്ച തമ്പുരാന്റെ ചോദ്യം ഉണ്ടാവുക. നേരെ ചൊവ്വെ അവരെ വളർത്തിയാൽ അതിന്റെ ഗുണവും നമുക്കാണ് ലഭിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ സ്വർഗ്ഗത്തിൽ ഇന്ന റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, സ്വർഗ്ഗലോകത്ത് അതിന്റെ ഓരോ പടികളും 100 പടികൾ ദറജകളുടെ സ്വർഗ്ഗലോകത്ത് ഒരു മനുഷ്യനെ അതാ അവന്റെ ഓരോ പദവികൾ ഉയർത്തപ്പെടുകയാ. ചോദിക്കുകയാണ്, അന്ന ഹാദ, എങ്ങനെയാണ് നിനക്ക് ഈ പദവികൾ ഉയർത്തപ്പെടുന്നത്, നീ കയറി പോകുന്നത് സ്വർഗത്തിൽ എന്ന് അറിയാമോ? ആ സമയം പറഞ്ഞു കൊടുക്കുന്നു, ഫയുഖാൽ ബിസ്തിഗ്ഫാരി വലദിക് ലക്, നിന്റെ സന്താനം, നിന്റെ മകനും മകളും നിനക്ക് വേണ്ടി അല്ലാഹു മുഗ്ഫിർലി ഉമ്മി അല്ലാഹു മുഗ്ഫിർലി അബി എന്ന് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ഫലമാ. വിശ്വാസികളെ അത് ലഭിക്കണമെങ്കിൽ നമ്മൾ ചോരനീരായി അധ്വാനിച്ചവരാ. അടുക്കളയുടെ ചുമരുകൾക്കുള്ളിൽ മാതാക്കളെ അതിന്റെ ചൂടും അതിന്റെ താപവും സഹിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ മക്കൾക്ക് വേണ്ടി, സന്താനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നെങ്കിൽ, അല്ലയോ പിതാക്കളെ, രാവും പകലും ഊണും ഉറക്കും ഒഴിവാക്കി വെയിലത്തും ഏത് ചൂടത്തും നമ്മൾ എല്ലാം സഹിച്ച് മക്കളെ പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്നെങ്കിൽ, വിശ്വാസികളെ നമ്മൾ അറിയുക, നമ്മളെ മക്കള് ഇവിടെയുള്ള ചൂടിനേക്കാൾ, ഇവിടെയുള്ള തീയിനേക്കാൾ, ഇവിടെയുള്ള ദുരിതത്തെക്കാൾ, ഇവരുടെ ദുരന്തങ്ങളെക്കാൾ നമ്മൾ രക്ഷപ്പെടുത്തണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ സന്താനങ്ങളെയും നരകലോകത്ത് രക്ഷപ്പെടുത്തണം. അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ലുഖ്മാൻ ഹക്കീം തന്റെ മകനെ പഠിപ്പിച്ച ഉപദേശം, അതിലൊന്ന് ഇത് ഖാല ലുഖ്മാൻ ലിബ്നിഹി വഹുവ യഇദുഹു, ലുഖ്മാൻ ഹക്കീം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശത്തിൽ ഒന്ന്, ഈ സമയം വെക്കേഷൻ സമയം നമ്മളെ മക്കൾ നമ്മളെ അടുത്തുണ്ടാവുമ്പോൾ നമ്മൾ അവരെ പഠിപ്പിക്കണം. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ പഠിപ്പിക്കുകയാ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, മോനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലടാ, ഇന്ന ശിർക്കൽ മുൻവന്നമീൻ, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ വലിയ അക്രമമാണ്. ഇതാണ് മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശം, മക്കൾക്ക് കൊടുക്കേണ്ട നിർദ്ദേശം. ഇതാ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഏത് പ്രാർത്ഥനയും നിന്റെ നേർച്ചകളും വഴിപാടുകളും നിന്റെ രക്ഷാനേട്ടവും അഭയത്തേട്ടവും നിനക്കെന്തു സംഭവിച്ച് രോഗവും ദുരിതവും ദുഃഖവും കഷ്ടപ്പാടും എന്ത് വന്നാലും അതൊക്കെ അല്ലാഹുവിൽ തവക്കുലാക്കണം. ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും ശ്മശാനങ്ങളിലേക്കും ഔലിയാക്കന്മാരുടെയും ചങ്ങന്മാരുടെയും ബീവിമാരുടെയും സിദ്ധന്മാരുടെയും ബാബുമാരുടെയും അടുക്കൽ പോയിക്കൊണ്ട് ജീവിതം ഹോമിക്കപ്പെടുന്ന ഒരു സമൂഹമുള്ള കാലഘട്ടത്തിൽ നമ്മൾ അറിയുക, എന്തെല്ലാം പല ചികിത്സകളുടെ പേരിൽ ആളുകൾ ആത്മീയമായി ചൂഷണം ചെയ്യുന്ന രംഗത്ത് തൗഹീദ് നഷ്ടപ്പെടാതിരിക്കാൻ വിശ്വാസികളെ നമ്മളെ മക്കൾക്ക് ഒന്നാമത് കൊടുക്കേണ്ട നിർദ്ദേശം ശിർക്ക് ചെയ്യരുത് എന്നുള്ളതാ. ശരീരത്തിൽ ഉറുക്കും മേലസും പല രൂപത്തിലുള്ള അത് മന്ത്രിച്ചു മൂതിക്കെട്ടിക്കൊണ്ട്
അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, അതൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് അതൊക്കെ പൊട്ടിച്ചെറിയാൻ നമ്മൾ ശ്രമിക്കണം. മക്കളോട് സ്നേഹത്തോട് കൂടി പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഒരു മകൻ ഉപദേശിക്കേണ്ടതെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്. അദ്ദേഹം റസൂലുള്ളാഹിന്റെ വളർത്തിയെടുത്ത റസൂലുള്ളാഹിന്റെ സംരക്ഷണത്തിൽ വരുന്ന കുട്ടിയായിരുന്നു. യാ ഉലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, മോനെ ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. യഹ്ഫദില്ലാഹ് യഹ്ഫദുക, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു നിന്നെ കാണുന്നുണ്ട്, അല്ലാഹു നിന്നെ കേൾക്കുന്നുണ്ട്, അല്ലാഹു നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അല്ലാഹുവിനെ കുറിച്ചൊരു പേടി ഉണ്ടാകണം. എങ്കിൽ യഹ്ഫദുക, നിന്റെ അപകടങ്ങളിലും നിന്റെ ആപത്തുകളിലും നിന്റെ ദുരന്തങ്ങളിലും അല്ലാഹുവിന്റെ കാവലുണ്ടാകും മോനെ. എന്നിട്ട് പറയാ യഹ്ഫദില്ലാഹ് തജിദു തുജാഹക, അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമാതിർത്തികളെ പാലിച്ചാൽ അല്ലാഹുവിനെ നിനക്ക് കണ്ടെത്താൻ കഴിയും പ്രയാസങ്ങളിൽ. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുമ്പം അത് മഹാന്മാരോടോ മഹദികളോടോ അംബിയായിനോടോ ഔലിയായിനോടോ മുഅ്ജിസത്തും നിർത്തിയല്ല ചോദിക്കേണ്ടത്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, ചോദിക്കുമ്പം അല്ലാഹുവിനോട് ചോദിക്കണേ. വഇദാ ഇസ്തനഅത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുമ്പം അല്ലാഹുവിനോട് സഹായം തേടണേ. ഇത് നമ്മൾ പഠിപ്പിക്കണം വിശ്വാസികളെ, നമ്മുടെ മക്കളെ. ഇതാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വഅലം അന്നൽ ഉമ്മ ലൗ ഇജ്തമഅത അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക. മോനെ, നീ മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഒന്നടങ്കം നിന്നെ അവർ വട്ടമിട്ട് ആക്രമിക്കാനും നിന്നെ ഉപദ്രവിക്കാനും ശ്രമിച്ചാൽ, നിന്നെ അവർ അല്ലെങ്കിൽ നിനക്ക് ഉപകാരം പ്രയോജനം ചെയ്യാൻ അവർ ഒന്നാണെന്ന് കൂടി തീരുമാനിച്ചാൽ ആ പ്രയോജനം നിനക്ക് ലഭിക്കില്ല അല്ലാഹു വിധിച്ചതല്ലാതെ. അവർ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അല്ലാഹു വിധിച്ചതല്ലാതെ നിനക്കൊന്നും സംഭവിക്കില്ല മോനെ. അതുകൊണ്ട് അല്ലാഹുവിൽ വരമേൽപ്പിക്കണം എന്ന ചിന്താഗതി വിശ്വാസികളെ, മക്കൾക്ക് നമ്മൾ കൊടുക്കണം. രണ്ടാമതായി നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ കാണാൻ കഴിയും മാതാവിനോടും പിതാവിനോടുള്ള കടമകൾ. അത് നമ്മളെ മക്കളുമായി നമ്മൾ ചർച്ച ചെയ്യണം. അവരെ കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പം, അവരെ കൂടെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പം, അവരെ കൂടെ ഒന്നിച്ച് നമ്മൾ സമയം ചെലവഴിക്കണം നമ്മൾ. ഇന്ന് ഈ ആധുനിക തലമുറ എല്ലാം സോഷ്യൽ മീഡിയകളിലാ. ഉമ്മയും ഉപ്പയും മകനും മകളും എല്ലാവരും ഇത് തോണ്ടിക്കൊണ്ടിരിക്കുകയാ. ആർക്കും പരസ്പരം സംസാരിക്കാൻ സമയമില്ല. ആർക്കും ആശയങ്ങളും ആശങ്കകളും പങ്കുവെക്കാൻ സമയമില്ല. തിരിച്ചറിവിനും പരസ്പരമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയമില്ലാത്തൊരവസ്ഥ. വിശ്വാസികളെ, ഇത് വലിയ അപകടമാണ്. നമ്മൾ അറിയണേ, നമ്മൾ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് നിങ്ങൾ റായികളാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്തം വേണം. മാതാപിതാക്കളോടുള്ള കടമ അവരെ പഠിപ്പിക്കണം. പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ സൂറത്തുൽ ലുഖ്മാൻ വവസൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളുടെ വിഷയത്തിൽ അല്ലാഹു തആല ഉപദേശം വസിയത്ത് നൽകി. ഹമലത്ത് ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈൻ. ആ ഉമ്മാവിനെ ഗർഭം ചുമന്ന് 9 മാസവും ചില ആഴ്ചകളും ആ പ്രയാസം സഹിച്ച് വിഷമം സഹിച്ച് ഊണുറക്കമില്ലാതെ അതിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മക്കളെ അറിയിക്കണം. അവരെ പോറ്റിയതും വളർത്തിയതും ഒക്കെ 2 വർഷം അവർ മുല കൊടുത്ത് വളർത്തി ആ കുഞ്ഞുമോനെ. നീ എനിക്കും അല്ലാഹുവിനും, അല്ലാഹു പറയാ, അല്ലാഹുവിന് നീ നന്ദി കാണിക്കണം. വലി വാലിദൈക, നിന്റെ മാതാപിതാക്കളോട് നീ നന്ദി കാണിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, ഇത് നമ്മളെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ നിർദ്ദേശങ്ങളിൽ പെട്ടതാണ്. ഇന്ന് മാതാപിതാക്കളെ കഴുത്തറക്കുന്ന മക്കൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അറിയാത്തത് കൊണ്ട് മാതാപിതാക്കളെ വൃദ്ധസദന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്ന മക്കൾ എത്രയാണ് അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഉമയ്യിബ്നു അശ്ശാക്കിർ, കിലാബിബ്നു ഉമയ്യന്റെ ചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്കൂ. എത്രമാത്രമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ കഴിയും. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് കിലാബിബ്നു ഉമയ്യനെ പട്ടാളത്തിന്റെ നിയമത്തിലേക്ക് ജിഹാദിന് വേണ്ടി വിട്ടപ്പോ പൊട്ടിക്കരയുകയാണ് ഉമയ്യിബ്നു അശ്ശാക്കിർ, തന്റെ പിതാവ്. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയി പരാതി പറഞ്ഞു. അന്ധനായ കണ്ണ് കാണാത്ത മനുഷ്യൻ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് അദ്ദേഹത്തിന്റെ വിഷമവും പ്രയാസവും കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു വരുത്തുകയാണ് കിലാബിബ്നു ഉമയ്യനെ. മോനെ, നിന്റെ ഉപ്പയും നീയും തമ്മിലുള്ള ബന്ധം വല്ലാത്ത ഒന്നാണ്, അതൊന്ന് വിവരിക്കാമോ എന്ന് പറഞ്ഞപ്പം എന്റെ ഉപ്പാക്ക് ഞാൻ പാൽ കറന്നു കൊടുത്തുകൊണ്ട് എന്റെ കണ്ണ് കാണാത്ത ഉപ്പയുടെ ചുണ്ടുകളിലേക്ക് ആ പാൽ പാത്രം വെച്ചുകൊണ്ട് എന്റെ ഉപ്പയുടെ തലയിൽ തലോടിക്കൊണ്ട്
ശരീരത്തിൽ സ്പർശനങ്ങൾ, സ്നേഹസ്പർശനങ്ങൾ നൽകിക്കൊണ്ട് എന്റെ ഉപ്പാനെ ഞാൻ ഭക്ഷണം കഴിപ്പിക്കാറുണ്ട്, എന്റെ ഉപ്പാക്ക് വേണ്ട ശുശ്രൂഷകൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. വിശ്വാസികളെ ആലോചിച്ചു നോക്കൂ. എന്നിട്ട് പൊട്ടിക്കരഞ്ഞ് പറയും ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ, എന്റെ മകനെ എന്റെ അടുക്കൽ നിന്ന് പട്ടാളത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പറയും. നിയമം അവിടെ പാസ്സാക്കുകയും. ഇത്രയാണ് ഗാഢമായ ബന്ധം. വിശ്വാസികളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. മാതാപിതാക്കളും മക്കളുമായുള്ള ഒരുപാട് ബന്ധങ്ങളെ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിന്റെ പ്രാധാന്യങ്ങളെ അവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം. അതേ രൂപത്തിൽ തന്നെ നാം അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് ധാർമ്മികമായ ബോധം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നു കേൾക്കുന്ന ചിന്താഗതി ലുഖ്മാൻ അലൈഹിസ്സലാം കൊടുക്ക തന്റെ മകൻ, യാ ബുനയ്യ ഇന്നഹാ ഇൻദകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, മോനെ ഒരു നിസാരമായ ചെറിയ കാര്യമാ, അത് നീ ചെയ്യുന്നത് ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ വെച്ചാ, ഫത്തകും ഫീ സഖറൗ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്, ആകാശഭൂമികളുടെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മൂലയിൽ വെച്ചാ നിന്റെ മാതാപിതാക്കൾ അറിയുന്നില്ല, വേറെ ആരും അറിയുന്നില്ല, നിന്റെ ഫ്രണ്ട്സും നീയും ഒറ്റയ്ക്ക് ടൂർ പോകുമ്പോഴാ എന്താകട്ടെ, ഏത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാകട്ടെ, എന്ത് ചെയ്താലും അള്ളാഹു അത് കൊണ്ടുവരും മോനെ. നീ പ്രവർത്തിച്ച സ്ഥലം, സമയം, ആ പ്രവർത്തനം നിനക്ക് കാണിച്ചു തരും മോനെ. അതിന്റെ റിക്കാർഡ് മുമ്പിൽ സമർപ്പിക്കും. അല്ല സൂക്ഷ്മമായ ജ്ഞാനിയാകുന്ന മോനെ എന്ന ചിന്താഗതി മക്കൾക്ക് ഇട്ടുകൊടുക്കണം. വിശ്വാസികളെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വിശ്വാസികളായ ആളുകൾ, മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഉപദേശങ്ങൾ തർബീയത്തിൽപ്പെട്ടതാ. വിശ്വാസികളായ നമ്മുടെ മേൽ അത് കടമയാണ്, അത് ബാധ്യതയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ആയത്തിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ഈ ആയത്ത് അവതരിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ തന്റെ മക്കളെ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. അതേ രൂപത്തിൽ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സ്നേഹത്തോടുകൂടി വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയാ. ഫാത്തിമയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ കാണാം. അൻകിരി നഫ്സകി മിനന്നാർ, ഫാത്തിമ നീ നിന്റെ ശരീരത്തെ നരകലോകത്ത് നിന്ന് മോളെ നീ തന്നെ കാത്തുകൊള്ളണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോള എന്നും വിചാരിച്ച് നിന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് കഴിയുകയില്ല എന്നുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസികളെ, അതേ രൂപത്തിൽ തന്നെ മക്കളുടെ ആരാധന കർമ്മങ്ങളിൽ പ്രത്യേകമായ ഉപദേശ നിർദ്ദേശങ്ങൾ. ലുഖ്മാൻ അലൈഹിസ്സലാം പറയാ, നീ നമസ്കാരം നിലനിർത്തണം. നമ്മളെ മക്കളോട് നാം നമസ്കരിക്കാൻ കൽപ്പിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, 7 വയസ്സായവരെ നമസ്കരിക്കാൻ പഠിപ്പിക്കണം. 10 വയസ്സായിട്ട് അവർ നമസ്കരിക്കുന്നില്ലെങ്കിൽ ചെറിയ അടിയൊക്കെ അതിന്റെ പേരിൽ നിങ്ങൾക്ക് അവരെ അടിക്കാവുന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ രൂപത്തിൽ തന്നെ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ഖുർആൻ പരാമർശിച്ചത്, വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈല ഇന്നഹു കാന സ്വാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ, സത്യസന്ധനായ പ്രവാചകൻ. എന്തുകൊണ്ട്? വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, തന്റെ കുടുംബത്തോട് നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും പറയും. അതുകൊണ്ട് വിശ്വാസികളെ, നമുക്ക് കടമയിൽപ്പെട്ടതാ. പിതാവ് പള്ളിയിലേക്ക് ജമാഅത്തിന് സുബഹിക്ക് എണീറ്റ് പോകുമ്പോൾ തന്റെ മകനെയും മകളെയും വിളിക്കണം. വിശ്വാസികളെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. കടമയാണ്, കടപ്പാടാണ്. നമ്മൾ അവരെ വിളിച്ചുണർത്തണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മരുമകനെയും അതുപോലെ തന്നെ തന്റെ മകളെയും രാത്രിയിൽ വരെ, രാത്രി നമസ്കാരങ്ങൾക്ക് വരെ വിളിച്ചു വരുത്തും. അവരുടെ കതകിന്റെ വാതിൽ മുട്ടിക്കൊണ്ട് നിങ്ങൾ നമസ്കരിക്കുന്നില്ലേ, നിങ്ങൾ എണീക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ച മാതൃകയാണ്. വിശ്വാസികളെ, നമ്മുടെ ജമാഅത്ത് നമസ്കാരത്തിന്റെ കൃത്യത, അതിന്റെ സമയത്തെ കുറിച്ചുള്ള ബോധം ഇത് നമ്മൾ അവർക്ക് നൽകണം. വിശ്വാസികളായ നമ്മുടെ കടമയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പ്രത്യേകമായി നമ്മുടെ മേൽ ചുമതലയായി, ബാധ്യതയായി കൊണ്ട് നമ്മളെ കൽപ്പിച്ചിട്ടുള്ളതാണ്. അതേ രൂപത്തിൽ തന്നെ വിശ്വാസികളായ ആളുകൾ നൽകേണ്ടത് വഅ്മുറു ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ. മക്കളോട് പറയും, മോനെ നല്ലത് കൽപ്പിക്കണം. നിന്റെ കൂട്ടുകാരോട്, സമൂഹത്തോട് വഅ്മുറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം. അതേ രൂപത്തിൽ തന്നെ വൻഹാ അനിൽ മുൻകർ, തിന്മ വിരോധിക്കണം. തിന്മ കണ്ടാൽ, നിന്റെ സഹപാഠികളിൽ, സുഹൃത്തുക്കളിൽ കണ്ടാൽ അത് നീ ചെയ്യരുത് മോനെ, വിരോധിക്കണം. വസ്ബിർ അലാ മാ അസാബക്, നിനക്ക് അതിന്റെ പേരിൽ എന്ത് പ്രയാസങ്ങൾ, കുത്തുവാക്കുകൾ, പരിഹാസങ്ങൾ എന്ത് വന്നാലും
അത് നീ ക്ഷമിക്കണം, സഹിക്കണം. ദഅവത്തിന്റെ രംഗത്ത് മക്കളെ ഇറക്കണം. വിശ്വാസികളെ, അതിനുള്ള ഉപദേശ. എന്നാലേ നമ്മുടെ മക്കൾ നാം വിചാരിക്കും പോലെ നമ്മുടെ ദീനിന്റെ ആദർശത്തിന്റെ ധ്വജവാഹകരായി, അതിന്റെ പിൻതലമുറക്കാരായി നമ്മുടെ പള്ളിയും നമ്മുടെ മദ്രസയും നമ്മുടെ സ്ഥാപനങ്ങളും സംരക്ഷിക്കാൻ ഒരു തലമുറ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കളെയും കൈപിടിച്ച് ചെറുപ്പത്തിലെ കൊണ്ടുപോകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം പടുത്തുയർത്തുന്ന സമയത്ത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോയതുപോലെ വിശ്വാസികളെ, ഇതൊക്കെ നമ്മുടെ കടമയാണ്. അതേ രൂപത്തിൽ സ്വഭാവ മേഖല പ്രത്യേകം പഠിപ്പിക്കുകയാണ്. വലാ തുസഖിർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളോട് പെരുമാറുമ്പോൾ നിന്റെ മുഖം അഹങ്കാരത്തോട് ധിക്കാരത്തോട് നീ കവിൾ കാട്ടരുത് മോനെ. വലാ തംശി ഫിൽ അർളി മറഹ, ധിക്കാരത്തോട് ഭൂമിയിൽ നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, എല്ലാ ദുരഭിമാനിയെയും പൊങ്ങച്ചക്കാരനെയും അല്ലാഹു ഇഷ്ടപ്പെടില്ല. വഖസിദ് ഫീ മശീക്, നിന്റെ നടത്തത്തിൽ മിതത്വം വേണം. ഇന്ന് അറിയാം അല്ലെ, പല കോലത്തിലും പല രൂപത്തിലും ഒക്കെ ഇന്നത്തെ ന്യൂ ജനറേഷന്റെ ട്രെൻഡ് അല്ലെ, പല മോഡലും മുറി മുടിക്കുന്ന അവസ്ഥ, മുടി മുറിക്കുന്ന അവസ്ഥ. അതേ രൂപത്തിൽ തന്നെ അവരുടെ വസ്ത്രങ്ങളുടെ സ്റ്റൈല്, ഹെയർ സ്റ്റൈല്, അവരുടെ ശരീരങ്ങളുടെ പല കോലങ്ങളിലും പല സിനിമാ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും ഫുട്ബോൾ താരങ്ങളെയും ഒക്കെ അവരനുഗമിച്ച് അവരുടെ അനുയായികളായി പോകുന്ന അപകടകരമായ രംഗം. വിശ്വാസികളെ, നമ്മളെ മക്കൾക്ക് സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നമ്മൾ നൽകുക. ശബ്ദം താഴ്ത്തണം. അധിക വലിയ ശബ്ദം അത് കഴുതയുടെ ശബ്ദമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ കൽപ്പനകൾ പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മക്കൾക്ക് നമ്മൾ നൽകണം. അവരെയും കൂട്ടി നമ്മൾ മദ്രസകളിൽ അവർ പഠിക്കും, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹീം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പോകൂല എന്ന് മദ്രസയിൽ പഠിക്കും. പക്ഷേ അത് എങ്ങനെയാണ് കുടുംബ ബന്ധം, ആരൊക്കെയാണെന്ന് പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. കുടുംബ ബന്ധങ്ങളിൽ അവരെ കൊണ്ടുപോയി സന്ദർശിപ്പിക്കേണ്ടത് മാതാപിതാക്കളാ. കുടുംബ ബന്ധങ്ങളിൽ രോഗികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ തഅല്ലമു മിൻ അൻസാബികും മാ തസിലൂന ബിഹി അർഹാമുകും, നിങ്ങളുടെ ബന്ധങ്ങളെയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഫഇന്ന സിലത റഹിമ മഹബ്ബ ഫിൽ അഹ്ലി, കുടുംബ ബന്ധങ്ങൾ അത് ചേർക്കുമ്പോൾ അതിൽ സ്നേഹമുണ്ടായിത്തീരും, അതിന് ആയുസ്സിന് വർദ്ധനവുണ്ടായിത്തീരും എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചത് കാണുവാൻ സാധിക്കും. വിശ്വാസികളെ, ഇത്തരത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മക്കൾക്ക് നൽകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ വളർത്തിയിരുന്ന ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പ്രവാചകൻ വീട്ടിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പാത്രത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവാരിയിട്ട് തിന്നുന്ന അവസ്ഥയായിരുന്നു. റസൂൽ എന്നോട് പറഞ്ഞു, മോനെ നീ ബിസ്മി ചൊല്ലണം ഭക്ഷണം കഴിക്കുമ്പോ, വലത് കൈ കൊണ്ട് കഴിക്കണം, നിന്റെ ഭാഗത്ത് നിന്ന് കഴിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാ, അതിനുശേഷം പിന്നെ എന്റെ ഭക്ഷണ രീതി പ്രവാചകൻ പഠിപ്പിച്ചതുപോലെയായിരുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, ഈ രൂപത്തിലുള്ളത് പഠിപ്പിക്കണം. ഹലാലുകളേത് ഹറാമുകളേത് ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബിൻ അലി റളിയല്ലാഹു തആല അൻഹുവിനെ പള്ളിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പള്ളിയിലെ സക്കാത്തിന്റെ കാരക്ക കൂട്ടങ്ങൾ കൂട്ടിയിട്ട ഭാഗം കണ്ടപ്പം ചെറിയ കുട്ടി അത് പോയി അതെടുത്തു, മിൻ തംറ സ്വദഖ ഫജഅലഹാ ഫീഹി, വായിലിട്ട് ചവച്ചു. പ്രവാചകൻ മിമ്പറിൽ നിന്ന് ഓടി ഇറങ്ങിക്കൊണ്ട് മോനെ അത് തുപ്പിക്കള, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് സക്കാത്തിന് മുതൽ ഹലാലല്ല ഹറാമാണ് മോനെ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള തർബിയത്തുകൾ നമ്മൾ കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ഭാഗമാണ്, നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്. പ്രത്യേകിച്ച് ഈ പ്രത്യേകമായ അവധിക്കാലത്ത് മക്കൾ കൂടുതൽ സമയം നമ്മുടെ ഉണ്ടാകുമ്പോൾ അള്ളാഹു അതിന് നമ്മളുടെ തൗഫീഖും അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുഹന്നാസ് ഊസീകും വസാനി ബിത്തഖ്വ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ, വിശ്വാസിനികൾ, നമ്മുടെ മക്കളുടെ ഒഴിവു സമയവും അതേ രൂപത്തിൽ തന്നെ നമ്മുടെ മക്കളോടും നമുക്കുള്ള തർബിയത്തിന്റെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചു പോരുന്നത്. അവർക്ക് ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇന്ന് മക്കൾ വഴിതെറ്റുന്നത്
അതിനുള്ള പല കാരണങ്ങളിൽ ലഹരിയാകട്ടെ, അല്ലെങ്കിൽ ലൈംഗിക അരാജകത്വങ്ങളോ, അല്ലെങ്കിൽ വഴിവിട്ട അവിഹിതമായ പ്രണയബന്ധങ്ങളിലൊക്കെ കുടുങ്ങിപ്പോകാനുള്ള കാരണം അവരുടെ സുഹൃബന്ധങ്ങളാണ്. മക്കളും മാതാപിതാക്കളും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിത്തീരുക, ഇസ്ലാം അതിന് പ്രത്യേകമായി പ്രാധാന്യം നൽകിയത് കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അയാളുടെ ചങ്ങാതിയുടെ ദീനനുസരിച്ചായിരിക്കും. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ ആരുമായിട്ടാണ് സുഹൃബന്ധം, ഫ്രണ്ട്ഷിപ്പ് എന്ന് നോക്കണം. നമ്മുടെ മക്കളുടെ കാര്യത്തിലും നാം അത് ശ്രദ്ധിക്കണം, അല്ലേ? നമ്മൾ അത് പ്രത്യേകമായി പരിഗണിക്കണം വിശ്വാസികളെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മസലു ജലീസ് സ്വാലിഹ്, നല്ല സുഹൃത്തുമായി കൂട്ടുകെട്ടിയാൽ, അതേ രൂപത്തിൽ തന്നെ ജലീസു സൂഇ, ചീത്ത ആളുകളുമായി കൂട്ടുകൂടിയാൽ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയാൽ, കൽ ഹാമിലിൽ മിസ്കി, നല്ല കൂട്ടുകാരനും സ്വീകരിച്ചാൽ ഒരു കസ്തൂരി വിൽപ്പനക്കാരന്റെ അടുക്കൽ പോലെയാണ്. അതേ രൂപത്തിൽ ചീത്ത കൂട്ടുകെട്ടുകാർ ാക്കിയ ആൾ ഇരുമ്പിന്റെ ആലയിൽ ഇരുമ്പ് പണിക്കാരന്റെ ഊതുന്ന ആ പണിയെടുക്ക ഇരുമ്പ് പണിക്കാരനെ പോലെയാണ്. മിസ്ക്, ഈ അത്ര വഹിക്കുന്ന നല്ല കൂട്ടുകാരന്റെ ഉപമ എന്ന് പറഞ്ഞത് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിക്കാം, അതൊന്ന് വാങ്ങാം, നല്ല സ്മെല്ലുണ്ടാകും, ദീഹം തൊയ്യുണ്ടാകും. എന്നാൽ ഈ ഇരുമ്പ് പണിക്കാരന്റെ അടുക്കൽ പോയിരുന്നാൽ അതിന്റെ സ്പാർക്കിംഗ് നമ്മുടെ ശരീരത്തിലേക്കും ഡ്രസ്സിലേക്കും ആകും. ഇതേ രൂപത്തിൽ ചീത്ത കൂട്ടുകെട്ടിയ നല്ലത് കൂട്ടുകെട്ടിൽ നന്നാവും, ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോയാൽ ചീത്തയായി പോകും. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകമാണ് വാസനിക്കുക എന്ന് മലയാളത്തിൽ ഒരു അർത്ഥവാക്യമുണ്ട്. ഇതേ രൂപത്തിൽ നമ്മൾ ഈ കാര്യം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസികളെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 20-ാം തീയതി ഞായറാഴ്ച നമ്മുടെ അടുത്ത് തന്നെ കുഞ്ചത്തൂർ, മഞ്ചേശ്വരത്ത് കുഞ്ചത്തൂർ വെച്ച് വലിയ ഒരു സമ്മേളനം, ആത്മീയമായ ചൂഷണങ്ങൾക്കും ദുർമന്ത്രവാദങ്ങൾക്കും എതിരെ എന്താണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, ഇസ്ലാമിലുള്ള മന്ത്രം എന്താണ്, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള, ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ, ഇന്ന് അത് അറിയാത്തത് കൊണ്ട്, പഠിക്കാത്തത് കൊണ്ട് വലിയ ചൂഷണങ്ങൾക്കും വലിയ രൂപത്തിലുള്ള വഞ്ചനകൾക്കും അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല ജിന്നുമ്മമാരും ചില ബീവിമാരുമൊക്കെ ആളുകളെ കൊലപാതകങ്ങളിലേക്ക് എത്തിക്കുവാനും വലിയ സാമ്പത്തികമായി തട്ടിപ്പ് നടത്തി ഒരു കുടുംബത്തിന്റെ മാനവും അഭിമാനവും തകർത്തെറിയാനും ഒക്കെ കാരണമാവുകയാണ്. പല രൂപത്തിലുള്ള സിദ്ധന്മാരുടെയും പല രൂപത്തിലുള്ള തങ്ങന്മാരുടെയും ബീവിമാരുടെയും ഒക്കെ ഉള്ള കള്ളക്കഥകൾ നമുക്കറിയാം. അതൊക്കെ പ്രചരിപ്പിക്കുകയും ആളുകൾ അതിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ബോധവാന്മാരാക്കാൻ, ജനങ്ങൾ അതിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അതിന്റെ ഒരു ഭാഗമായി അതിന്റെ ഒരു സമ്മേളനം ഇൻഷാ അല്ലാഹ് വരുന്ന 20-ാം തീയതി മഞ്ചേശ്വരത്ത് കുഞ്ചത്തൂർ വെച്ച് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഭാഗമായി 2:30 മുതൽ 5 മണി വരെ നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടുന്ന വനിതാ ക്യാമ്പുമുണ്ട്, പഠന സംരംഭമുണ്ട്. 5 മണി മുതൽ രാത്രി 10 മണി വരെ അതിന് സമ്മേളനമുണ്ട്. ആ ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ നമ്മളെ, നമ്മളെ മക്കളെയും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി അതിൽ പങ്കെടുപ്പിക്കുക, അതിന്റെ പുണ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തആല പറഞ്ഞതുപോലെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നിങ്ങളിൽ ഉണ്ടാവണം. അല്ലാഹു തആല അവരെ ഖൈറു ഉമ്മത്തായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടാതെ അതിന്റെ പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണേ എന്ന് അറിയിക്കുകയാണ്. വിശ്വാസികളെ, മറ്റൊരു കാര്യം നമ്മുടെ പ്രാർത്ഥനയാണ്. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്ക് പറയും, നിനക്കും അത് രൂപത്തിൽ ഉണ്ടാകട്ടെ. മറ്റുള്ളവരുടെ അസുഖം, ഒരുപാട് ആളുകൾ അസുഖമായി കിടക്കുകയാണ്, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അള്ളാഹുവേ, അവരുടെ അസുഖം ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഐസിയുലൊക്കെ കഴിയുന്ന ആളുകളുടെ അസുഖം ശിഫയാക്കണേ അള്ളാഹു. ഞങ്ങൾ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, ഈ കണ്ണൂർ ഭാഗത്ത് ഒരു സഹോദരി ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടു, നമ്മളോട് പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ അവരുടെ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു നമ്മുടെ മാതാക്കൾ, പിതാക്കൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മളെയും അംബിയായിന്റെ, ഔലിയായിന്റെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും തഖ്വയോടും ഈമാനോടും കൂടി അള്ളാഹു നമ്മളിൽ നിന്ന് ഇഖ്ലാസോട് കൂടി സ്വീകരിക്കുമാറാവട്ടെ. മാറാ രോഗങ്ങളിൽ നിന്നും, മാറാ വ്യാധികളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ മക്കളെയും ഇണകളെയും മാതാപിതാക്കളെയും എല്ലാവരെയും തന്നെ ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് അടിയുറച്ച് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കത്തിയാടുന്ന ശിക്ഷയിൽ നിന്ന് പടച്ച തമ്പുരാൻ നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവെ, നാളെ പരലോകത്ത് വരുമ്പോ
ആ സൂര്യന്റെ ചൂടേറ്റ് വീർത്തൊലിക്കുന്ന വിഭാഗത്തിൽ നിന്ന് അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ അല്ലാഹ്. അല്ലാഹു നാളെ പരലോകത്ത് വലം കയ്യിൽ ഗന്ധം കിട്ടി സന്തോഷത്തോടെ വഹിച്ച് പെട്ടെന്ന് വിചാരണ കഴിഞ്ഞ് അതിവേഗതയിൽ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ആളുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار، توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح حال إخواننا وأهلنا في فلسطين. آمين برحمتك يا أرحم الراحمين. اللهم صل على محمد.